Morning. Good morning, Miss. Morning. Good morning, ma'am. Morning. സുഖാണ്. എങ്ങനെയുണ്ടായി ക്രിസ്മസ് ഒക്കെ? സൂപ്പർ. അടിപൊളി. എന്നിട്ട് ഇന്ന് ക്ലാസ്സിൽ കയറാൻ മടിയുണ്ടോ? ഇല്ല. നല്ല കുട്ടിയാ. പക്ഷെ ഞങ്ങൾ ടീച്ചേഴ്സിന് നല്ല മടിയാണ് കേട്ടോ. എനിക്കിങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ഒഴിവ് കിട്ടാറില്ല. അത് കിട്ടിയപ്പോ നല്ല മടിയായി. ആണോ? ഹാപ്പി ബർത്ത്ഡേ. ഹിസാൻ എന്നാണോ പേര്? യെസ്. ഓക്കെ ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ മാമി. പേജ് നമ്പർ 8. വയസ്സല്ലേ? ഓക്കെ. എവിടെ വരെ എടുത്തു നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്? സർക്കുലേഷൻ എടുത്തില്ലേ? എടുത്തല്ലോ. സെലിബ്രേറ്റിംഗ് ഒരാണ് എടുത്തത്. മറ്റേ എടുത്തോ ഇല്ലയോ ഓർമ്മയില്ല കേട്ടോ. സർക്കുലേഷൻ വരെയാണോ എടുത്തത് അല്ലെങ്കിൽ ബ്രീത്തിങ് വരെയാണോ എടുത്തത്? സർക്കുലേഷൻ എടുക്കണം. ഓക്കെ. അത് കുഴപ്പമില്ല. കയറി വന്നായിരിക്കുള്ളൂ കേട്ടോ ക്വസ്റ്റ്യൻ.
Page number 8. Page number 8 എടുത്തേ. Okay, good morning to all. നമ്മള് ട്രാൻസ്പോർട്ടേഷൻസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അതില് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷനില് എയർവേ എടുത്തു, ബ്രീത്തിങ് എടുത്തു. നെക്സ്റ്റ് വരുന്നത് എന്താണ്? സി, സർക്കുലേഷൻ. The patient should have at least 2 valve intravenous working cannulas in place before shifting. External hemorrhage. If any, should be regulated, controlled, and any shock should be treated with intravenous fluid or vasopressors. The availability of close-matched blood may be needed in the course of the transport. Okay, circulation എന്ന് പറയുന്നത് എന്താണ്? Circulation. ഇത് ചുറ്റിയ കാര്യമാണ്. സർക്കുലേഷൻ, ബ്ലഡ് അല്ലെ, ബ്ലഡ് സർക്കുലേഷൻസ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? രോഗിയുടെ സിരയിലേക്ക് നമ്മളൊരു ചെറിയൊരു പ്ലാസ്റ്റിക് കാനുലാസ് അല്ലെങ്കിൽ ഇന്റാവേനസ് വർക്കിംഗ് കാനുലാസ് രണ്ടെണ്ണമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം സ്ഥാപിക്കുന്നത്? രണ്ട് ഇന്റാവേനസ് കാനുലാസ് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് മരുന്നുകൾ നൽകാനും പിന്നെന്താണ്, രക്തം നൽകാനും ശരീരത്തിൽ ദ്രാവകം നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അതായത് രണ്ട് കാനുലാസ് നമ്മൾ കണക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് മെഡിക്കേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ എന്താണ്, രക്തത്തിന്റെ ആവശ്യകത ഉണ്ടാവും അത് കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ, അതായത് അമിത ബാഹ്യ രക്തസ്രാവം ഉണ്ടാവുന്ന സിറ്റുവേഷൻസിലൊക്കെ എന്താണ്, രക്തം കയറ്റുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മള് ക്യാമറ ഓൺ ആയിക്കൊള്ളുന്നത് കേട്ടോ. ക്യാമറ ഓൺ ആകാത്തതാണ് കേട്ടോ, ഓൺ ആയിക്കോളും. ഓക്കെ, അപ്പൊ രണ്ട് വൈറ്റ് ബോർഡ് ഇന്റർവേനസ് വർക്കിംഗ് കാനുലാസ് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു പ്ലാസ്റ്റിക് ട്യൂബ് ആണ് അല്ലെ, നമ്മുടെ വെയിനിലൂടെയാണ് അത് കണക്ട് ചെയ്യുന്നത്. ഒന്ന് അതെന്തിനു വേണ്ടിയിട്ടാണ്? മരുന്നുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടും മറ്റേത് രക്തം നൽകാനും വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് കാനുലാസ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബാഹ്യ രക്തസ്രാവം പോലെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസിലൊക്കെ പേഷ്യൻസിന് എന്താണ്, ഐവിയിലൂടെ ആയിരിക്കും നമ്മൾ മരുന്നുകളും മറ്റ് മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാഹ്യ രക്തസ്രാവം നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് എന്ത് ആവശ്യമാണ്? ഇനി ഷോക്ക് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഇൻട്രാവേനസ് ഫ്ലൂയിഡ് ആൻഡ് ഓർ വാസോപ്രൈസ്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞില്ലേ, മരുന്നുകൾ, അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മറ്റൊരു മരുന്നാണ് എന്താ? വാസോപ്രസേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്, കേട്ടിട്ടുണ്ടോ? വാസോപ്രസേഴ്സ് എന്താണെന്ന്? എന്തിനു വേണ്ടിയിട്ടാണ് വാസോപ്രസേഴ്സ് ഉപയോഗിക്കുന്നത്? മെഡിസിൻ യൂസ്ഡ് ടു സപ്പോർട്ട് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ വാസോപ്രസേഴ്സ് എന്ന മെഡിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഫ്ലൂയിഡിന്റെ രൂപത്തിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അവൈലബിലിറ്റി ഓഫ് ക്രോസ് മാച്ച്ഡ് ബ്ലഡ്. എന്താണ് ക്രോസ് മാച്ച്ഡ് ബ്ലഡ് എന്ന് പറയുന്നത്? ക്രോസ് മാച്ച്ഡ് ബ്ലഡ്, ക്രോസ് മാച്ച്ഡ് ബ്ലഡ് എന്താണ്? സെയിം ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ആവണം അല്ലെ. അതായത് നമ്മൾ പ്രത്യേകിച്ച് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ഗതാഗത ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്താണ്, ക്രോസ് മാച്ച് രക്തത്തിന്റെ ലഭ്യത വന്നേക്കും. അതായത് ബ്ലഡ് ആവശ്യമായിട്ട് ഒരേ ഗ്രൂപ്പിലുള്ള ബ്ലഡ് ആവശ്യകരമായിട്ട് വന്നേക്കും. അപ്പൊ എന്താണ്, പ്രത്യേകിച്ച് ഇങ്ങനെ രക്തസ്രാവം ഉണ്ടായി കഴിഞ്ഞാൽ, ബാഹ്യ രക്തസ്രാവം പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ പേഷ്യന്റിന് അത്യാവശ്യമായിട്ട് ബ്ലഡ് കയറ്റേണ്ട സിറ്റുവേഷൻ ഉണ്ടായേക്കാം. അതിനാൽ തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ആ പേഷ്യന്റിന് ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണോ മാച്ച് ആയിട്ടുള്ളത്, ആ മാച്ച് ആയിരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ്സ്, ആ ബ്ലഡിന്റെ അവൈലബിലിറ്റി ആ ഒരു ട്രാൻസ്ഫർ വേളയിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ പ്രത്യേകിച്ച് ഇവിടെ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
നമ്മളെ രോഗിയുടെ സിരയിലേക്ക് 2 കാനുലാസ് സ്ഥാപിക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രത്യേകിച്ചും മരുന്നുകൾ നൽകുന്നതിനും രക്തം കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കാനുലാസ് സ്ഥാപിക്കുന്നത്. ഇനി ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് പേഷ്യൻസിന് ഇൻട്രാവെനസ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാസോപ്രസസ് പ്രൊവൈഡ് ചെയ്യാം. വാസോപ്രസസ് എന്ന് പറയുന്നത് ബ്ലഡ് ഫ്ലോസ് അല്ലെങ്കിൽ എന്താണ് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരം മെഡിക്കേഷൻസ് കൊടുക്കുന്നത്. ഇതേ സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ രക്തത്തിന്റെ ലഭ്യത കൂടി ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുള്ള രക്തം ക്രോസ് മാച്ച് ചെയ്തിരിക്കുന്ന ബ്ലഡ് അറേഞ്ച് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പേഷ്യന്റിന് ആ ഒരു സമയത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് സർക്കുലേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അപ്പൊ നമ്മൾ ABC. ഇനി നെക്സ്റ്റ് വരുന്ന എന്താണ്? ടി ആണ്. ടി എന്താണ്? ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. വാട്ട് ഈസ് ഡിസബിലിറ്റി? ഡിസബിലിറ്റി എന്താണ്? പേഷ്യന്റ് ആ ഒരു മെന്റൽ അവസ്ഥ, ആ ഒരു മാനസികമായ ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് കൂടി നമ്മൾ നോക്കിയിട്ടായിരിക്കും പേഷ്യന്റിന് നമ്മൾ പ്രത്യേകിച്ച് ആള് കോൺഷ്യസ് ആണോ അല്ലെ, കോൺഷ്യസ് ആണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് അൺകംഫർട്ടബിൾ ആയിട്ട് പേഷ്യന്റ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ, കംഫർട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിരിക്കും. ഓക്കെ, patient with a head injury should have their Glasgow coma scale adequately monitored and recorded in document before and in the course of transfer and before the administration of any sedative or paralytic agent. Okay, ഇവിടെ പറയുന്നത് എന്താണ്? പേഷ്യൻസ് വിത്ത് ഹെഡ് ഇഞ്ചുറി. ഹെഡ് ഇഞ്ചുറീസ് സംഭവിച്ച പേഷ്യൻസിന് അല്ലെ, പ്രത്യേകിച്ച് തലയ്ക്ക് എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിച്ച ഇഞ്ചുറീസ് ഉണ്ടായ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺഷ്യസ് ലെവൽ നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട് അല്ലെ. അതിനുവേണ്ടി നമ്മൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് എന്ത്? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ അഥവാ GCS എന്ന് പറയാം. അണ്ടർലൈൻ ചെയ്തേ, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. എന്താണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്? It's a tool used to measure a patient's level of consciousness and how they respond to basic instruction. അതായത് ഒരു പേഷ്യന്റിന്റെ കോൺഷ്യസ് ലെവൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസിന് ആ പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആണ് എന്ത്? GCS അഥവാ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്തേ. എങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഹെഡ് ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. ഇറ്റ്സ് എ ടൂൾ യൂസ്ഡ് ടു മെഷർ എ പേഷ്യൻസ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആൻഡ് ഹൗ ദേ റെസ്പോണ്ട് ടു ബേസിക് ഇൻസ്ട്രക്ഷൻ. ഡോക്ടേഴ്സ് പറയുന്ന ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന് ആള് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ നോക്കല്ലേ. നമ്മളോടൊന്ന് ചരിഞ്ഞു കിടക്കൂ, കാലുകൾ ഉയർത്തോ, കൈകളൊന്നും ഉയർത്താമോ എന്നൊക്കെ പറഞ്ഞ ഡോക്ടേഴ്സ് പറയില്ലേ. അപ്പൊ അത്തരം നിർദ്ദേശങ്ങൾക്ക് എന്താണ് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ ഒരു ടൂൾ ഉപയോഗിച്ചുള്ളത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു മോക്ക് ടെസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി വന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മള് കൊടുത്താലും ചിലപ്പോ നേരത്തെ കൊടുത്ത ചാപ്റ്റേഴ്സ്, നേരത്തെ കൊടുത്ത ക്ലാസ്സിൽ നിന്നൊക്കെ ചിലപ്പോൾ കയറി വരാറുണ്ട്. അതുകൊണ്ടായിരിക്കും കേട്ടോ സർക്കുലേഷനും ഡിസബിലിറ്റി ഒക്കെ ചിലപ്പോൾ കയറി വന്നിരിക്കുന്നത് കേട്ടോ. അത് കുഴപ്പമില്ല. യെസ്, അതൊന്നും നിങ്ങളൊരു കംപ്ലൈൻസ് ആക്കി എടുക്കരുത് കേട്ടോ. സിസ്റ്റം ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോ എന്തെങ്കിലും ഇറേഴ്സ് വരാറുണ്ട്. ഇററായിട്ട് കൂട്ടണ്ട, നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ക്യാമറ ഓൺ ആവണുള്ള പിള്ളേരെ. ഇപ്പൊ കാണാമോ? കാണാമോ? ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ GCS എന്തായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. എക്സ്പാൻഷനും പഠിക്കണം, ഷോർട്ട് ഫോം പഠിക്കണം കേട്ടോ. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഇതിന് വേണ്ടിയിട്ടാണ് GCS നമ്മൾ ഉപയോഗിക്കുന്നത്. GCS ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഷ്യസ് ലെവൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, in document before and in course of transfer and before the administration of any sedative or paralytic agent. ഇവിടെ എന്താ പറയുന്നത്? സെഡേറ്റീവ് ഓർ പാരലിറ്റിക് ഏജന്റ്. ഇനിയിപ്പോ നമ്മൾ ചില പേഷ്യൻസിന് എന്താണ് സെഡേറ്റീവ് അല്ലെങ്കിൽ പാരലിറ്റിക് ഏജന്റ്സ് മരുന്നുകൾ കൊടുക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്?
സെഡേറ്റീവ് മരുന്നുകൾ കൊടുക്കുന്നത്? മസിലുകളൊക്കെ തളർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ റിലാക്സേഷൻസിന് വേണ്ടിയിട്ട് എന്താണ് ചില മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അത് കൊടുക്കുന്നതിന് മുൻപും അതിനുശേഷവും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഈ GCS ചെക്ക് ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ. പെയിൻ റിലീഫോ അല്ലെങ്കിൽ മസിൽ റിലാക്സേഷന് വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ് സെഡേറ്റീവോ പാരലിറ്റിക് ഏജൻസുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് കൊടുക്കുന്നതിന് മുമ്പ് എന്താണ്, അതായത് ന്യൂറോ മസ്കുലർ ഏജൻസുകളാണ് ഈ പാരലിറ്റിക് ഏജൻസുകൾ എന്ന് പറയുന്നത്. ന്യൂറോ മസ്കുലർ ഏജൻസുകളാണ് ഇതൊക്കെ. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ കോൺഷ്യസ് ലെവൽ ചെക്ക് ചെയ്തിട്ട് വേണം അത്തരം മരുന്നുകൾ നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ. യെസ്. The patient should be protected from cold by providing suitable blankets. Apart from above pre-transfer checklist, on the day transfer itself, all basic investigation should be performed to reflect the present condition of the patients. അതവിടെ നിൽക്കട്ടെ കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞത് ഡി വരെയുള്ള കാര്യങ്ങൾ അല്ലെ. ഡി വരെ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ചെക്ക് ലിസ്റ്റിലുള്ള ABCD ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എ എന്താണ്? എയർവേ. ബി ബ്രീത്തിങ്. സി സർക്കുലേഷൻ. ആൻഡ് ഡി എന്താണ്? ഡിസബിലിറ്റി അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യന്റിനെ സ്റ്റേബിൾ ആക്കി പ്രിപ്പയർ ആക്കിയിട്ട് മാത്രമായിരിക്കണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ. ട്രാൻസ്ഫർ പേഷ്യന്റ് എന്ന ഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോ പഠിച്ചത് കേട്ടോ. യെസ്. ഇനി ആവശ്യാനുസരണം ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്താണ്, നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ബ്ലാങ്കറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് ബ്ലാങ്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ചില പേഷ്യൻസിന് ചിലപ്പോ ഈ ഷിവറിങ് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അത് ഓരോ കണ്ടീഷൻ അനുസരിച്ച് ചില മരുന്നിന്റെ റിയാക്ഷൻ മൂലം ഷിവറിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിസ്കംഫോർട്ടബിൾ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ബ്ലാങ്കറ്റ്സുകൾ നമ്മൾ പുതപ്പിച്ചിട്ട് വേണം അവരന്ന് നമ്മളെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റിന്റെ കൂടെ നമ്മൾ എന്താണ് അതുകൂടി നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി മാത്രമല്ല കൊണ്ടുപോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് പറഞ്ഞ ABCDയിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമായിരിക്കണം, പ്രസന്റ് കണ്ടീഷൻ കൂടി നോക്കിയിട്ട് മാത്രമായിരിക്കണം നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ABCD എന്ന് പറയുന്നതാണ് ഈ ചെക്ക് ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ചെക്ക് ലിസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതെല്ലാം ഓക്കെ ആണെന്ന് കണ്ടാൽ മാത്രമായിരിക്കണം നമ്മള് പേഷ്യന്റിനെ പ്രിപ്പയർഡ് ആക്കി മാറ്റേണ്ടത്. ഓക്കെ. കൺഫേം ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ കൺഫേം ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത എന്താണ്? പേഷ്യന്റിനെ നമ്മൾ പ്രിപ്പയർഡ് ആക്കി. ഇനി എന്ത് ചെയ്യണം? പ്രിപ്പയർഡ് ആക്കിയതിനു ശേഷം ഏത് മോഡ് ഓഫ് ട്രാൻസ്ഫറിലാണ് പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെ. ഓക്കെ. The two most commonly employed methods of transfer of patients are ground transport by including ambulance and mobile intensive care units, and air transport including helicopters or aeroplane ambulances. നമ്മൾ ഗതാഗതത്തിനായിട്ട് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഏത് തരം സൂട്ടബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലെ. പ്രധാനമായിട്ടും നമ്മൾ എന്താണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആണ് ഉപയോഗിക്കുക അല്ലെ. പ്രത്യേകിച്ച് ആംബുലൻസുകൾ അല്ലെങ്കിൽ MICS അതായത് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, അതായത് എല്ലാത്തരം സാങ്കേതിക വിദ്യകളുള്ള ഒരു തരം പോർട്ടബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണെന്ന് MICYS എന്ന് പറയുന്നത്. ഓക്കെ. അതായത് എല്ലാത്തരത്തിലും അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ എന്തിലുണ്ടായിരിക്കും? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സിൽ ഉണ്ടായിരിക്കും. അതെന്താണ്? ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആംബുലൻസ് പോലെ തന്നെ മറ്റൊരു വാഹനം കൂടിയാണ് എന്താ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. പോർട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റ്സുകളാണ്. ഓക്കെ. പ്രത്യേകിച്ച് ട്രാൻസ്ഫർ വേളയിലാണ് ഇത്തരം ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടുകൾ നമ്മൾ അല്ലെങ്കിൽ MICS പോലുള്ള പോർട്ടബിൾ വാഹനങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അതുകൂടാതെ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് എന്താ എയർ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. പ്രത്യേകിച്ച് ഹെലികോപ്റ്റർ ആണ്, എയറോപ്ലെയിൻ, ആംബുലൻസസ് ഒക്കെയാണ് നമ്മള് പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ട്രാൻസ്ഫർ വേളയിൽ ചൂസ് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അതില് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് എന്ന ഭാഗം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. M for mobile, I for intensive, C for care. ഇവിടെ Y അല്ല കേട്ടോ, U ആണ്. US പ്രിന്റിങ്ങിലെ മിസ്റ്റേക്ക് ആണ്, US എന്നാണ് കേട്ടോ. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്. ടെക്സ്റ്റിൽ Y ആണോ? ടെക്സ്റ്റിൽ Y ആണെങ്കിൽ കറക്റ്റ് ചെയ്യാം കേട്ടോ. U ആണ് കേട്ടോ.
MICUS stand for Mobile Intensive Care Units. Okay. ഇനി നമ്മൾ നോക്കുന്നത് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആണ്. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസുകളാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആംബുലൻസിനെ കുറിച്ചിട്ട് ആംബുലൻസ് സർവീസസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ വരുന്ന എന്തൊക്കെയാണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസസ് ആർ യൂസ്ഡ് ഇൻ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ഏതൊക്കെയാണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട്, MICUS. ഇവിടെ വരുന്നത് ഈ മൂന്നെണ്ണമാണ് കേട്ടോ. ഓക്കെ, നമ്മൾ അതിലൊരു 7 ടൈപ്സോളം പഠിച്ചിട്ടുണ്ട് അല്ലെ? ABCD എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പല ടൈപ്സ് ഓഫ് ആംബുലൻസസ് പഠിച്ചിട്ടില്ലേ? ഫംഗ്ഷൻ അടിസ്ഥാനത്തില് ബാരിയാട്രിക് ആംബുലൻസുകള്, പിന്നെ എന്തൊക്കെയാണ്? ചാരിറ്റി ആംബുലൻസുകള്, പേഷ്യന്റ് ട്രാൻസ്ഫർ ആംബുലൻസ്, എമർജൻസി ആംബുലൻസ്, ഫസ്റ്റ് റെസ്പോണ്ടർ. ഓക്കെ, ഇവിടെ നോക്കാം. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. These ambulances are conditioned with the adequate staff and monitoring devices to shift the patients without life-threatening conditions, and these can only provide basic life support services. എന്താണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ബേസിക് മോണിറ്ററിംഗ് മാത്രമാണ് നടക്കുന്നത് അല്ലെ? ഓക്കെ, എത്രത്തോളം സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും? ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും എന്താണ്? ബേസിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, ലൈഫ് സപ്പോർട്ടിംഗ് സർവീസസ് മാത്രമായിരിക്കും എന്തിലുണ്ടായിരിക്കുക? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? അടുത്ത ടൈപ്പ് ഓഫ് ആംബുലൻസ് എന്ന് പറയുന്നത് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് അല്ലെ? ഈ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന് നമ്മൾ വേറൊരു പേര് കൂടി പറയാറുണ്ട്. ഏതാണെന്ന് അറിയാമോ? യെസ്, വെരി ഗുഡ്. കാർഡിയാക് ആംബുലൻസ് എന്ന് പറയാറുണ്ട് അല്ലെ? These ambulances can provide modern life support service like endotracheal intubation, cardiac monitoring, defibrillation, administration of intravenous fluid or vasopressors. These are adequately staffed and made ready for shifting patients with life-threatening conditions. Okay. അപ്പോൾ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന്റെ പ്രത്യേകത എന്താണ്? മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ? പ്രത്യേകിച്ച് കാർഡിയാക് പോലുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറ് അല്ലെ? കാർഡിയാക് ടാപ്പോനൻ പോലുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാത്തരം എക്യുപ്മെന്റ്സിൽ എന്തിലുണ്ടായിരിക്കും? ഇതിലുണ്ടായിരിക്കും, ഒരു ആംബുലൻസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന സപ്പോർട്ടിംഗ് സർവീസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഒന്ന് എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ആണ്. എന്താണ് എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ശ്വാസനാളത്തിലേക്ക്, നമ്മുടെ വിൻഡ് പൈപ്പിലേക്ക് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന, വിൻഡ് പൈപ്പ് പഠിച്ചിട്ടില്ല? ട്രക്കിയ. വിൻഡ് പൈപ്പിനുള്ളിലേക്ക് നമ്മൾ എന്താണ്? പേഷ്യന്റിന്റെ ബ്രീത്ത് കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്യൂബ് കണക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഓക്കെ, അപ്പൊ ഇൻഡോട്രക്കിയൽ ഇൻക്യുബേഷൻസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്? കാർഡിയാക് മോണിറ്ററിംഗ്. കാർഡിയാക് സിറ്റുവേഷൻ ആണെങ്കിൽ കാർഡിയാക് മോണിറ്ററിംഗ് ചെയ്യുന്നുണ്ട്. ഡിഫിബ്രിലേഷൻ സിറ്റുവേഷൻ ആണെങ്കിൽ ഹാർട്ടിന്റെ പ്രവർത്തനം റീസ്റ്റാർട്ട് ചെയ്യുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ എന്തിലുണ്ടായിരിക്കും? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അതേസമയം എന്താണ്? നമ്മൾക്ക് മറ്റു മെഡിക്കേഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് എന്താണ്? വാസോപ്രസസ് അല്ലെ? വാസോപ്രസസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ബി പി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസ് ആണ്. എല്ലാത്തരം സപ്പോർട്ടിംഗ് സർവീസസിൽ എന്തിലുണ്ടായിരിക്കും? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എത്രത്തോളം സ്റ്റാഫുകൾ ഇതിലുണ്ടായിരിക്കും? ആവശ്യത്തിനനുസരിച്ച് അല്ലെ? അഡിക്കേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സ്റ്റാഫ്സുകൾ ഇതിൽ റെഡി ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിൽ വേണ്ട എല്ലാത്തരം സാങ്കേതിക വിദ്യകൾ, എല്ലാത്തരം അഡ്വാൻസ് എക്യുപ്മെന്റ്സ് അടങ്ങിയ ഒരു സംവിധാനമായിരിക്കും എന്തിലുണ്ടായിരിക്കുക? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിലെ 2 ടൈപ്പ് ഓഫ് ആംബുലൻസ് ആണ് പറഞ്ഞത്. ഒന്ന് ബേസിക് ലൈഫ് സപ്പോർട്ടും നെക്സ്റ്റ് എന്താണ്? അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും. അടുത്തത് എന്താണ്? MICUs ആണ് അല്ലെ? MICUs എന്താണ്? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് അല്ലെ? എന്താണ്? പോർട്ടബിൾ യൂണിറ്റ്സ് ആണ് അല്ലെ? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് ഇത് MICUs എന്ന് പറയുന്നത്. These are specialized vehicle with all the equipment and staff to transfer patients who are critically ill
and are usually used to combination with specialist retrieval teams in a few developed countries. എന്താണ് MICU എന്ന് പറയുന്നത്? എങ്ങനെയുള്ള ഒരു വെഹിക്കിൾ ആണത്? ഇങ്ങനെയുള്ള വെഹിക്കിൾ ആണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോർട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിൾ ആണ് അല്ലെ? യെസ്. ഇന്റൻസീവ് ആയിട്ടുള്ള എല്ലാ യൂണിറ്റ്സുകളും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസസും എക്യുപ്മെന്റ്സും അതിനകത്ത് ഉണ്ടായിരിക്കും. ഇനി ചില ഡെവലപ്ഡ് കൺട്രീസിൽ എന്താണ്, വികസിത രാജ്യങ്ങളിൽ എന്താണ്, സ്പെഷ്യലിസ്റ്റിന്റെ ടീമുകളുമായിട്ട് സംഭവിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുക. അതായത് MICUസിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ. ഇവിടെയല്ല, ഡെവലപ്ഡ് വികസിത രാജ്യങ്ങളിലൊക്കെ എന്താണ് ഈ സ്പെഷ്യലിസ്റ്റിന്റെ ഒരു ടീംസ് അടങ്ങുന്നതായിരിക്കുള്ളൂ MICUs എന്ന് പറയുന്നത്. അത് ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുള്ളൂ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഏത് വെഹിക്കിളാണ് അതിന്റെ കൂടെ ഉണ്ടായിരിക്കുക. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്ഫറില് ഫസ്റ്റ് പഠിച്ചത് എന്താണ്, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിൽ ഏതുതരം ഫെസിലിറ്റീസ് ഒക്കെയാണ് ഉള്ളതെന്നാണ്. ഒന്ന് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആൻഡ് MICUs. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതൊന്ന് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ഒന്ന് മുഴുവൻ വായിച്ചു നോക്കിയേ. ഓക്കെ, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ്, എയർ ട്രാൻസ്പോർട്ട്. The use of air transport has been increasing in developed countries because of the advantage of swift transport by including specialized medical care. There has been an improved prognosis of patients with trauma, severe myocardial infarction, and severe stroke owing to rapid provision of suitable medical care by the use of air transport. ഓക്കെ, നമുക്കറിയാലേ എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഏതൊക്കെ കണ്ടീഷൻസിലായിരിക്കും ആവശ്യമായിട്ട് വരുന്നത്? പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ ഇൽ ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ലെ, അല്ലെങ്കിൽ ഏറ്റവും ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് എന്ത് ഉപയോഗിക്കുന്നത്, എയർ ട്രാൻസ്പോർട്ടേഷൻ. ഇത് ഏറ്റവും കൂടുതൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലായിരിക്കുള്ളൂ നമ്മൾ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ സ്പെഷ്യലൈസ്, അതായത് നമുക്കറിയാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നത് അല്ലെ? ഓക്കെ, there has been an improved prognosis of patients with എങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് ഈ നമ്മുടെ എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വരുന്നത്? ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ട്രോമ അല്ലെ, എന്തെങ്കിലും ട്രോമ ഉള്ള പേഷ്യൻസ്. സിവിയർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. എന്താണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത്? ആ പേര് കേൾക്കുമ്പോൾ വേറെ എന്തോ എന്ന് തോന്നും, പക്ഷെ എന്താണ്, ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെ? ഹൃദയാഘാതത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ എന്താണ്, ഹൃദയപേശികളിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമാണ് എന്ത് സംഭവിക്കുന്നത്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ അഥവാ ഹാർട്ട് അറ്റാക്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, ഹൃദയപേശികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. നമുക്ക് എന്താണ് നല്ല രീതിയിൽ, അതായത് ഗുരുതരമായിട്ട് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹാർട്ട് അറ്റാക്ക് തന്നെ പല രീതിയിൽ സംഭവിക്കാറുണ്ട് അല്ലെ? അതായത് സൈലന്റ് ആയിട്ട് വരുന്ന ഹാർട്ട് അറ്റാക്കുകൾ അറിയില്ല നമുക്ക്, സൈലന്റ് അറ്റാക്കുകൾ ഒന്നും അറിയില്ല, ചിലപ്പോ ആൾ ഉറക്കത്തിൽ തന്നെ മരിച്ചു പോകും. ഓക്കെ, യെസ്. നമ്മുടെ ഹൃദയത്തിലേക്കുള്ള കൊറോണ ധമനികളിലേക്ക് ഓക്സിജൻ കിട്ടാത്ത സിറ്റുവേഷൻസിലാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത്തരം സാഹചര്യത്തിൽ നമുക്ക് എയർ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. പിന്നെന്താണ്, സിവിയർ സ്ട്രോക്ക്. എന്താണ് സിവിയർ സ്ട്രോക്ക്? സിവിയർ സ്ട്രോക്ക് സിറ്റുവേഷൻ ആണ്.
സ്ട്രോക്ക് എന്താ പിള്ളേരെ? സ്ട്രോക്ക് എന്താണ്? പക്ഷാഘാതം. ഓക്കെ, എങ്ങനെയാണ് സംഭവിക്കുന്നത് പക്ഷാഘാതം? ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? പാരാലിസിസ് അല്ല, അത് ഒരു ഭാഗം തന്നെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ബ്ലോക്കേജസ് വരികയോ ആ ഒരു ഭാഗം തന്നെ കംപ്ലീറ്റ് ആയിട്ട് തളർന്നു പോവുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. എപ്പോ വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സംഭവിക്കുക അല്ലെ? ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ഇത്ര പ്രധാന സിറ്റുവേഷൻസ് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പെട്ടെന്നുള്ളൊരു ഇന്റൻസീവ് കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ എന്തിനെ ആശ്രയിക്കുന്നത്? എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആശ്രയിക്കുന്നത് കേട്ടോ. അപ്പൊ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് പറയാം എന്താണ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഡെവലപ്ഡ് കൺട്രീസിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ട്രോമ, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ തുടങ്ങി സിവിയർ ആയിട്ടുള്ള സ്ട്രോക്ക് തുടങ്ങിയ സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇത് ആശ്രയിക്കാറ്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എയർ ട്രാൻസ്പോർട്ടേഷൻ മൂലം ബെനിഫിറ്റ് ഉണ്ടാവുന്ന രോഗികൾ ഏതൊക്കെയാണ്? ഏതൊക്കെ പേഷ്യൻസിനാണ് എയർ ട്രാൻസ്പോർട്ടേഷൻ മൂലം ബെനിഫിറ്റ്സ് ഉണ്ടാവുന്ന കണ്ടീഷൻസ് ഏതൊക്കെ? ട്രോമയും ഹാർട്ട് അറ്റാക്കും കൂടാതെ തന്നെ മറ്റു കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ എയർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഈ ബിയിൽ പറഞ്ഞ കാര്യങ്ങള് ഓക്കെ. The patients who are more likely to get benefit from air transport. നോക്കാം ഏതൊക്കെ കണ്ടീഷൻസിലാണ് പ്രത്യേകിച്ച് എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ്, ബെനിഫിറ്റ് ഉണ്ടാവുന്ന പേഷ്യൻസ് ഏതൊക്കെയാണ്? Patient with a severe trauma and penetrating chest injuries, multi-system injuries, crush injuries, or patients with unstable vital signs. Okay. ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ് എന്താ? ട്രോമ അല്ലെ? ഏതെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങൾ സംഭവിക്കുന്ന പേഷ്യൻസ്. പെൻട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചറീസ്. എന്താണ് പെൻട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചറീസ് എന്ന് പറയുന്നത്? ചെസ്റ്റ് ഇഞ്ചറീസ് എങ്ങനെയൊക്കെ സംഭവിക്കാം? നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത് പോലെ എന്താണ്, ഹൃദയത്തിനകത്തേക്ക് അല്ലെങ്കിൽ തുളച്ചു കയറില്ല നമ്മുടെ നെഞ്ചിനകത്തേക്ക് തുളച്ചു കയറുന്ന മുറിവുകള് ആക്സിഡന്റ് മൂലം അല്ലെങ്കിൽ കത്തിക്കുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂലം എന്താണ് ചെസ്റ്റിന് ഇഞ്ചുറീസുകൾ സംഭവിക്കാം. ഓക്കെ, അറിയില്ല പ്രത്യേകിച്ച് നമുക്ക് ഇപ്പൊ ഗൺഷൂട്ട് അല്ലെ, ഗൺഷൂട്ട് മൂലം എന്താണ് ചെസ്റ്റ് ഇഞ്ചുറീസ് ഉണ്ടാവാറില്ലേ? ഗൺഷൂട്ട്, തോക്ക്. യെസ്, ഓക്കെ. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആംബുലൻസിനെയാണ് ആശ്രയിക്കുന്നത്? അല്ല, കണ്ടീഷൻ അനുസരിച്ച് എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അവർക്ക് ആവശ്യമാണ് അല്ലെ? അപ്പൊ അത്തരം സാങ്കേതിക എയർ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ എന്താണ് പേഷ്യന്റ് ചിലപ്പോ 50% ചാൻസ് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് അല്ലെ? എയർ ട്രാൻസ്പോർട്ടേഷൻ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്. എന്താണ് മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ് എന്ന് പറയുന്നത്? മൾട്ടി സിസ്റ്റം ആയിരിക്കും മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്. ഒരു ഓർഗനെ മാത്രം അഫക്ട് ചെയ്യുന്ന ഇഞ്ചുറി ആണോ? ഒന്നിൽ കൂടുതൽ ഓർഗൻസിന് മുറിവുകൾ ഉണ്ടാവുന്നത് അല്ലെ? ഒന്നിൽ കൂടുതൽ ഓർഗൻസിന് എന്ത് സംഭവിക്കുന്നു? മുറിവുകൾ, ഇഞ്ചുറീസ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസിലുള്ള പേഷ്യൻസിന് എയർ ട്രാൻസ്പോർട്ടേഷൻ ബെനിഫിറ്റ് ഉണ്ടാകും. ഓക്കെ, മോർ ദാൻ 2 അല്ലെ? ഓക്കെ, ആക്സിഡന്റ് ഒക്കെ പറ്റുന്ന സമയത്ത് നമുക്ക് എവിടെയൊക്കെയാണ് പല ഓർഗൻസിന് പല രീതിയിൽ മുറിവുകൾ സംഭവിക്കാം അല്ലെ? ഓക്കെ, അതാണ് എന്റെ മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. ഇനി ക്രഷ് ഇഞ്ചുറീസ്. എന്താണ് ക്രഷ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്? ക്രഷ് എന്താണ്? ക്രഷ് ഇഞ്ചുറീസ് പറയുമ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ ആയിരിക്കും? നമുക്ക് ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിംഗ് ഒക്കെ വരുന്ന സിറ്റുവേഷൻ അല്ലെ? ഇതിലൊക്കെ സംഭവിച്ചിട്ട് ഇന്റേണൽ ബ്ലീഡിങ്സ് ഒക്കെ വരുന്ന സിറ്റുവേഷൻ ഒക്കെ അതൊക്കെ ക്രഷ് ഇഞ്ചുറീസ് കാറ്റഗറീസിൽ വരുന്നത് കേട്ടോ. ഓക്കെ, or patients with unstable vital signs. അടുത്ത സിറ്റുവേഷൻ എന്താണ്? അൺസ്റ്റേബിൾ ആയിട്ടുള്ള വൈറ്റൽ സൈൻസ്, പേഷ്യൻസിന്റെ ശരീരത്തിൽ സുപ്രധാനമായിട്ടുള്ള അടയാളങ്ങൾ കാണിക്കുന്നത്. എന്തൊക്കെയാണത്? അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസ് എന്ന് പറയുന്നത്
അപസ്മാരമാണോ ഫിക്സ് വരുന്നതോ? ആ ആ ആ നമ്മുടെ വൈറ്റൽ സയൻസ് ഏതൊക്കെയാ പിള്ളേരെ നമ്മൾ പഠിച്ചത്? വൈറ്റൽ സയൻസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മുടെ പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസ്? പൾസ്, ഹാർട്ട് റേറ്റ്, സാച്ചുറേഷൻ, ബി ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ എന്താണ് എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഓക്സിജന്റെ ലെവല് ഇതിലൊക്കെ എന്താണ്? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അപ്പൊ ഈ പേഷ്യൻസിന്റെ ഈ വൈറ്റൽ സയൻസിൽ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷൻ അല്ലാത്ത രീതിയിൽ വേരിയേഷൻസ് വരിക. അതായത് നമ്മൾ ഇപ്പൊ ഹാർട്ട് ബീറ്റ്സ് എന്തെങ്കിലും വേരിയേഷൻസ് വരാം, ഓക്സിജൻ ലെവൽ കൂടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പ്രൊഡിക്ട് ചെയ്യാത്ത രീതിയിൽ എന്താണ് എല്ലാ സയൻസിലും വേരിയേഷൻസ്. ഇപ്പൊ ബി പി ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും എന്താണ് എല്ലാത്തിലും എന്ത് വരുന്നുണ്ട്? വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അത്തരം സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയുള്ള പേഷ്യൻസിന് എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ബെനഫിറ്റ് ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ പറഞ്ഞ ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് എങ്ങനെയുള്ള കണ്ടീഷൻസിലുള്ള പേഷ്യൻസിനാണ് ഇത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്? ട്രോമ ഉള്ള പേഷ്യൻസിന്, പെൻട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചറീസ് അതായത് ഗൺഷൂട്ടുകൾ കൊണ്ടുള്ള മുറിവുകൾ ഉണ്ടാവുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ മൾട്ടി സിസ്റ്റം ഒന്നും അതിൽ കൂടുതൽ ഓർഗൻസിന് മുറിവുകൾ ഉണ്ടാവുന്ന ഇഞ്ചുറീസ് ഉള്ള പേഷ്യൻസ്, ക്രഷ് ഇഞ്ചുറീസ്, ഇന്റേണൽ ആയിട്ടുള്ള ബ്ലീഡിങ്സ് ഒക്കെ സംഭവിക്കുന്ന പേഷ്യൻസ്, പിന്നെ എന്താണ് അൺസ്റ്റേബിൾ വൈറ്റൽ സയൻസ് കാണിക്കുന്ന പേഷ്യൻസിനെല്ലാം തന്നെ എന്താണ് എയർ ട്രാൻസ്പോർട്ടേഷൻ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകും. ഓക്കെ, അത് ക്ലിയർ ആണോ അത്രയും പറഞ്ഞത്? യെസ്, നെക്സ്റ്റ് വരുന്നത് ഇനി ഓരോ ഇതെല്ലാം തന്നെ ഓരോ കണ്ടീഷൻസ് ആണ് പറയുന്നത്. പേഷ്യൻസ് വിത്ത് acute coronary syndrome in crucial need of revascularization procedure. ഓക്കെ, എന്താണ് acute coronary syndrome? അണ്ടർലൈൻ ചെയ്ത് പോട്ടെ. ഈ എല്ലാം പറയുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് സിറ്റുവേഷൻസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്തോ. യെസ്, കേട്ടിട്ടുണ്ടോ? ACS എന്ന് പറയുന്നത് acute coronary syndrome. എന്ത് സിറ്റുവേഷൻ ആണത്? നമ്മുടെ ധമനികളില് രക്തയോട്ടം കുറയുന്നത് മൂലം എന്താണ് ഹൃദയത്തിന്റെ പേശികൾക്ക് ശരിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. ACS എന്താണ്? ഹൃദയധമനികളില് എന്താണ് രക്തയോട്ടം കുറയുന്നത് മൂലം ഹൃദയപേശികൾക്ക് എന്താണ് ശരിയായ രീതിയിൽ നോർമൽ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത് കേട്ടോ. സഡൻ ആയിട്ട് ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ്. ഓക്കെ, ACS എന്ന് പറയുന്നു. എന്താ പറയുന്നു? ACS എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെയാണ്? അക്യൂട്ട് കൊറോണറി സിൻഡ്രോം നമ്മൾ ഷോർട്ട് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് നമ്മുടെ എഴുതി വെക്കുക, അണ്ടർലൈൻ ചെയ്യുന്നതിലും ചെയ്യട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അത്തരം സാഹചര്യം വരുന്ന സമയത്ത്, അതായത് ACS പോലുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആ പേഷ്യന്റിന് നമുക്ക് എന്ത് പ്രൊസീജിയർ ചെയ്യുന്നതായിട്ട് വരും? ക്രൂഷ്യൽ നീഡ് ഓഫ് റീവസ്കുലറൈസേഷൻ പ്രൊസീജിയർ. എന്താണ് റീവസ്കുലറൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്? എന്തായിരിക്കും റീവസ്കുലറൈസേഷൻ പ്രൊസീജിയർ? നമ്മൾ ഈ ഒരു പ്രൊസീജിയർ നടത്തുന്നത് പ്രധാനമായിട്ടും സർജറീസിലൂടെയാണ്, അഥവാ ശാസ്ത്രക്രിയകളിലൂടെ. എന്തൊക്കെ ശാസ്ത്രക്രിയകളാണ് ഇവിടെ നടത്തപ്പെടുന്നത്? നമ്മൾ കേട്ടിട്ടില്ലേ? ബൈപ്പാസ് സർജറീസ്, ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ കേട്ടിട്ടില്ലേ? അതായത് ബ്ലോക്ക് ബാധിച്ച ഒരു ശരീരത്തിന്റെ ഭാഗത്തിന്റെ അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അവയവത്തിന്റെ പെർഫ്യൂഷൻ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീവസ്കുലറൈസേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർജറീസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതിനു വേണ്ടിയിട്ടാണ് ഈ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ഉണ്ടാവുന്ന സമയത്ത് അതിനെ നമ്മൾ അതായത് ബ്ലോക്ക് ബാധിച്ച ഒരു ശരീരഭാഗത്തിനോ അല്ലെങ്കിൽ അവയവത്തിന്റെ പെർഫ്യൂഷൻ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൈപ്പാസ് അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി പോലുള്ള സർജറീസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ സർജറീസിന് പറയുന്ന പ്രൊസീജിയറിന്റെ പേരാണ് റീവസ്കുലറൈസേഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ സർജറികളാണ് സർജറികളിൽ കൂടിയാണ് നടത്തപ്പെടുന്നത്. ഓക്കെ, ഏത് സിറ്റുവേഷൻ ഉണ്ടാവുമ്പോഴാണ്? ACS പോലുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ. ACS എന്ന് പറയുന്നത് എന്താണ്? അക്യൂട്ട് കൊറോണറി സിൻഡ്രോം. അതായത് നമ്മുടെ ഹൃദയധമനികളിൽ രക്തയോട്ടം നിലയ്ക്കുന്നത് പോലെ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ആണ് എന്താ ACS എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ?
അങ്ങനെയുള്ള പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് ആംബുലൻസ് ആണോ എയർ ആണോ? എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണ് അല്ലെ? ഓക്കെ. ഇനി അടുത്തൊരു സിറ്റുവേഷൻ നോക്കിയേ. അടുത്ത സിറ്റുവേഷൻ ആണ് എന്ത്? കാർഡിയാക് ടാമ്പോണേഡ് വിത്ത് ഹീമോഡൈനാമിക് ഷോക്ക് കോംപ്രമൈസ്. കാർഡിയാക് ടാമ്പോണേഡ് വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസ്. ഇതെന്താണെന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കാർഡിയാക് ടാമ്പോണേഡ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ആവരണമില്ലേ, അറിയാലോ, നമ്മുടെ പെരികാർഡിയം. ഓക്കെ, ഹാർട്ട് റേറ്റ് അല്ല, നമ്മുടെ പെരികാർഡിയം എന്ന ദ്രവത്തിന് ചുറ്റും എന്താണ് അസാധാരണമായിട്ട് ഫ്ലൂയിഡ് അടിഞ്ഞുകൂടുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ത്? അപ്പൊ ഹൃദയത്തിന്റെ അറകൾക്ക് ശരിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ആണെന്ത്? അതായത് ആ പെരികാർഡിയത്തില് അസാധാരണമായിട്ട് ഫ്ലൂയിഡ് കൂടും. ഓക്കെ, ആ ഫ്ലൂയിഡ് കൂടുന്ന സിറ്റുവേഷൻസിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഹൃദയത്തിന്റെ അറകൾക്ക് നല്ല രീതിയിൽ രക്തയോട്ടം, നല്ല രീതിയിൽ സർക്കുലേഷൻ ചെയ്യാൻ പറ്റാതെയോ അല്ലെങ്കിൽ എന്താണ് പമ്പ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ അവർക്ക് അവിടെ നഷ്ടപ്പെടാണ്. അത്തരം സാഹചര്യമാണ് എന്താ കാർഡിയാക് ടാമ്പോണേഡ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ എന്ത് വരുന്നുണ്ട്? വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസ്. അതായത് ഒന്നാമത് പെരികാർഡിയത്തിൽ എന്താണ് ഫ്ലൂയിഡ് അസാധാരണമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് കാർഡിയാക് ടാമ്പോണേഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന സിറ്റുവേഷൻ ആണ് എന്ത്? ഹീമോഡൈനാമിക് കോംപ്രമൈസ്. അതെന്ത് സാഹചര്യമായിരിക്കും ഹീമോഡൈനാമിക് എന്ന് പറയുമ്പോ? ഈ ഹൃദയത്തിന് ഈ തകരാറ് വന്നത് കൊണ്ട് ഹൃദയത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് സഞ്ചരിക്കാൻ സാധിക്കില്ല? എന്തിനു സഞ്ചരിക്കാൻ സാധിക്കില്ല? ബ്ലഡ് പ്രോപ്പർ ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് ഹൃദയത്തിന്റെ പമ്പിങ്ങിനാണ് അവിടെ തടസ്സം വരുന്നത് അല്ലെ? അതായത് ഈ ഒരു തകരാറ് മൂലം ഹൃദയത്തിലേക്ക് എന്താണ് വിവിധ ഭാഗങ്ങളിലേക്ക് രക്തയോട്ടം നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് എന്താ ഹീമോഡൈനാമിക് കോംപ്രമൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ അവയവങ്ങൾക്കും എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? അതെല്ലാം ഫെയിലിയർ ആവാനും അതിനൊക്കെ തകരാറ് സംഭവിക്കാനായിട്ട് കാരണമാകും. ഓക്കെ, യെസ്, മനസ്സിലായോ എന്താണെന്ന്? പറയണോ? യെസ്, ഓക്കെ. രണ്ടും രണ്ട് രീതിയിൽ മനസ്സിലാക്കണം കേട്ടോ. കാർഡിയാക് ടാമ്പോണേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങള്? എഴുതിയെടുക്കുന്നുണ്ടോ? യെസ്. അതായത് പെരികാർഡിയൽ ദ്രവത്തില് അസാധാരണമായിട്ട് ഫ്ലൂയിഡ് അടിഞ്ഞുകൂടുന്ന സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് അടിഞ്ഞുകൂടുന്ന സിറ്റുവേഷൻ ആണ് എന്ത്? കാർഡിയാക് ടാമ്പോണേഡ് എന്ന് പറയുന്നത്. അതായത് ഹൃദയത്തിന്റെ അറകൾക്ക് ഈ ഒരു സമയത്ത് ശരിയായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വരും. അതേ സാഹചര്യത്തിൽ തന്നെ എന്താണ് ഇങ്ങനെ ഹൃദയാറകൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ശരീരത്തിന് വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നത്, ബ്ലഡിന് കൃത്യമായ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന സിറ്റുവേഷൻ ആണെന്ത്? ഹീമോഡൈനാമിക് കോംപ്രമൈസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ശരീരത്തിന് എന്ത് സംഭവിക്കുന്നു? പല ഓർഗൻസിനും തകരാറുകൾ ഉണ്ടാവും. ഓക്കെ, പല ഓർഗൻസും എന്താണ് പ്രവർത്തിക്കാതിരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയിലേക്ക് ആ പേഷ്യന്റ് പോകുന്നു. ഓക്കെ, ഇത് എന്താണ് മരണകാരണങ്ങൾ ചിലപ്പോൾ ആയിരിക്കാം. ഓക്കെ, അതായത് രക്തചംക്രമണ വ്യവസ്ഥ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ എന്ന ഒരു വ്യവസ്ഥ അവിടെ പ്രോപ്പർ ആയിട്ട് നടക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ശരീരത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. അപ്പൊ എന്താണ് ജീവന് തന്നെ ഒരു മരണ ഭീഷണി ഉയർത്തുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? കാർഡിയോ ടാമ്പോണേഡ് ആൻഡ് ഹീമോഡൈനാമിക് കോംപ്രമൈസ് എന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളുള്ള പേഷ്യൻസിന് എയർ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അടുത്ത സിറ്റുവേഷൻ നോക്കി. ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ പറഞ്ഞു തരുന്നത്? നെക്സ്റ്റ് വരുന്ന സിറ്റുവേഷൻ നോക്കിയേ പിള്ളേരെ. കാർഡിയോജനിക് ഷോക്ക് in need of intra-aortic balloon pump or other assistive devices. എല്ലാ പോയിന്റ് ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നും പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്ന എല്ലാം ഇമ്പോർട്ടന്റ് തന്നെ കേട്ടോ. യെസ്. ഇനി അടുത്ത സിറ്റുവേഷൻ നോക്കിയേ. കാർഡിയോജനിക് ഷോക്ക്. എന്താണ് കാർഡിയോജനിക് ഷോക്ക്? കാർഡിയോജനിക് ഷോക്ക് എന്താണ്? എന്ത് സിറ്റുവേഷൻ ആണ്? കാർഡിയാക് ഷോക്ക് അല്ലേ?
നിന്നാണോ മെറിൻ ചോദിക്കുന്നത്? മെറിൻ എന്താ ചോദിച്ചേ? ഹീമോഡൈനാമിക് എന്താന്ന് പറയണോ? ഹീമോഡൈനാമിക് എന്താന്ന് പറയാനാണോ? ഓക്കെ, ഇത് രണ്ടും കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം മെറിൻ, എന്നാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ കാർഡിയാക് ടാമ്പോണന്റ് എന്ന് പറഞ്ഞ എന്ത് സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്? പെരികാർഡിയൽ ഫ്ലൂയിഡില് പെരികാർഡിയത്തില് എന്താണ് അസാധാരണമായിട്ട് ഫ്ലൂയിഡ് കൂടുന്ന സിറ്റുവേഷൻ ആണ് അല്ലെ? അതേ സാഹചര്യത്തിൽ തന്നെ എന്താണ് ആ സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഹൃദയത്തിന്റെ അറകൾക്ക് തകരാറ് സംഭവിക്കുന്നു. ഓക്കെ, അതേ സാഹചര്യത്തിൽ എന്താണ് നമുക്ക് നല്ല രീതിയിൽ രക്തയോട്ടം അവിടെ സംഭവിക്കുമോ? ഇത്തരം ഹൃദയത്തിന്റെ അറകൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ നോർമൽ ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവോ? ഇല്ല. രക്തത്തിന് കൃത്യമായിട്ട് പമ്പ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും അല്ലെ? അപ്പൊ അത്തരം സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? വിവിധ ഭാഗങ്ങളിലേക്ക് രക്തയോട്ടം ഇല്ലാതാവുമ്പോൾ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഓർഗൻസിന് എന്ത് സംഭവിക്കും? ഫെയിലിയർ ഉണ്ടാവും അല്ലെ? അത് തകരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ പേഷ്യൻസ് എന്താണ് അതൊരു ക്രിട്ടിക്കൽ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് പല പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ട ആവശ്യമാണ് അല്ലെ? പ്രത്യേകിച്ച് സർജറി പോലുള്ള പ്രൊസീജിയേഴ്സ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആശ്രയിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ വരെ? ഇനി കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത് എന്താണ്? എന്ത് സിറ്റുവേഷൻ ആണ് കാർഡിയോജനിക് ഷോക്ക്? ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെ? ബ്ലഡ് നോർമൽ രീതിയിൽ എന്താണ് ആവശ്യത്തിലധികം ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതായത് നമ്മുടെ ബ്രെയിനിലേക്കും മറ്റു ഓർഗൻസിലേക്കും ആവശ്യത്തിലധികം ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ നേരിടുന്നത് ഒരു ഇൻട്രാ അറോട്ടിക് ബലൂൺ പമ്പ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് ഹൃദയത്തിന് നോർമൽ രീതിയിൽ പമ്പ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൊസീജിയർ ഉപയോഗിക്കും. ആ പ്രൊസീജിയറിന്റെ പേരാണ് എന്ത്? ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇൻട്രാ അറോട്ടിക് ബലൂൺ പമ്പ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ അത്? ഇൻട്രാ അറോട്ടിക് ബലൂൺ പമ്പ് എന്താണെന്ന്? ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് കേട്ടോ. അതായത് ഹൃദയത്തിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്? ഇൻട്രാ അറോട്ടിക് ബലൂൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പമ്പ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമുക്ക് മതിയായ രീതിയിൽ അവിടെ എന്താണ് ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഇതൊരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു പോളിത്തീൻ രൂപത്തിലുള്ളൊരു പമ്പ്സ് ആയിരിക്കുള്ളൂ. ഇത് നമ്മൾ അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 2 സെന്റിമീറ്റർ ഒക്കെ വലിപ്പം ഒരു ഇതിന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു അറോട്ടിക് ബലൂൺസ് എന്നാണ് അത്. നമ്മൾ പമ്പ് ചെയ്യുന്നതനുസരിച്ച് എന്തെങ്കിലും വികസിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിനെ ബലൂൺസ് എന്ന രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഇത് നമ്മുടെ ആർട്ടറിയിലായിരിക്കും അത് കണക്ട് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ് അതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ഹൃദയത്തിന് നോർമൽ രീതിയിൽ എന്താണ് പമ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്? നോർമൽ ആയിട്ട് ഹൃദയത്തിന് രക്തം പമ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അറോട്ടിക് ബലൂൺസുകൾ ഘടിപ്പിക്കുന്നത്. ഏകദേശം 2 സെന്റിമീറ്റർ വലിപ്പമൊക്കെ ഉള്ള ഒരു ബലൂൺസ് ആണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ പമ്പിങ് ഫെസിലിറ്റീസ് കൂടുതൽ എളുപ്പമാക്കി മാറ്റുന്നത്. ഓക്കെ, ഇതിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്താ? പ്രത്യേകിച്ച് കാർഡിയോജനിക് പോലുള്ള ഷോക്ക് സംഭവിക്കുന്ന സിറ്റുവേഷൻസിൽ എന്താണ് ഹാർട്ടിന് നോർമൽ രീതിയിൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള അസിസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്താ? ഇൻട്രാ അറോട്ടിക് ബലൂൺസ് പമ്പുകൾ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഇനി അതോടൊപ്പം തന്നെ എന്താണ് മറ്റ് അസിസ്റ്റന്റ് ഡിവൈസുകൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ പിള്ളേരെ? ഇൻട്രാഗോട്ടിക് ബലൂൺ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ആയിട്ടുള്ള ഡിവൈസ് ആണ് കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കാം. പേരുകൾ ഓർത്ത് വെച്ചാൽ മതി. അടുത്ത സിറ്റുവേഷൻ എന്താണ്? എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ബെനിഫിറ്റ് ആവുന്ന പേഷ്യൻസ് ഏതൊക്കെയാണ്? പേഷ്യന്റ് ഡ്യൂ ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്.
patient due to receive organ transplant. എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്? ഇങ്ങനെയുള്ള പേഷ്യൻസിനാണ് എയർ ട്രാൻസ്പോർട്ടേഷൻ പിന്നീട് ബെനിഫിറ്റ് ചെയ്യുന്നത്. ഏതുതരം പേഷ്യൻസ് ആണിത്? ഏതുതരം പേഷ്യൻസ് ആണ് പറഞ്ഞേ? എളുപ്പമല്ലേ ആ പോയിന്റ്? ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ഏതൊക്കെ ഓർഗൻസ് ആണ് ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? അവയവം മാറ്റിവെക്കുന്ന പേഷ്യൻസിന്, അല്ലെ? പ്രത്യേകിച്ച് ഹാർട്ട്, അല്ലെ? ഇതേപോലുള്ള അവയവങ്ങൾ മാറ്റിവെക്കുന്ന പേഷ്യൻസിന് എന്താണ്, റിസീവ് ചെയ്യുന്ന പേഷ്യൻസിന് പ്രത്യേകിച്ച് എന്താണ് ഇത്തരം എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. ഓക്കെ. അടുത്തത് ക്രിട്ടിക്കലി ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യൻസ്. അടുത്ത കണ്ടീഷനുള്ള പേഷ്യൻസ് ഏതൊക്കെയാണ്? ക്രിട്ടിക്കലി ഇൽ ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യൻസ്. ഇതാണ് അടുത്ത പേഷ്യന്റ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ സർജിക്കൽ പേഷ്യൻസ്. സർജിക്കൽ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർജറി കഴിഞ്ഞ പേഷ്യൻസ് അല്ലെ? അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് എന്താ എയർ ട്രാൻസ്പോർട്ടേഷൻസ് കൂടുതൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ. നമ്മളിപ്പോ പഠിച്ച എന്താണ്? ഏറ്റവും കൂടുതൽ എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ബെനിഫിറ്റ് ഉണ്ടാകുന്ന പേഷ്യൻസിന്റെ കണ്ടീഷൻ ഏതൊക്കെയാണെന്നാണ് പഠിച്ചത്, അല്ലെ? ഏതൊക്കെയാണ് പഠിച്ചത്? ട്രോമ, പെൻട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസുകള്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, സ്ട്രോക്ക്, മൾട്ടി സ്റ്റെം ഇഞ്ചുറീസ്, ക്രഷ് ഇഞ്ചുറീസ്, പേഷ്യൻസ് വിത്ത് അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസ്, ACS. ACS മീൻസ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം. പിന്നെന്താണ്? അത്തരമുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്താണ് സർജറി പോലുള്ള റീവാസ്കുലറൈസേഷൻ പ്രൊസീജിയർ അഥവാ നമ്മുടെ ബൈപ്പാസ്, ആൻജിയോപ്ലാസ്റ്റി പോലുള്ള സർജറീസിൽ ആവശ്യമാണ്. പിന്നെ കാർഡിയോ ടാമ്പോണിന് വിത്ത് ഹീമോഡൈനാമിക് കണ്ടീഷൻസ്, കാർഡിയോജനിക് ഷോക്സ്, പിന്നെ റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻസ്, ക്രിട്ടിക്കലി ഹൈ റിസ്ക് പേഷ്യൻസ് ഓർ മെഡിക്കൽ ഓർ സർജിക്കൽ പേഷ്യൻസ്. ഇത്തരം സാഹചര്യങ്ങളുള്ള പേഷ്യൻസിനെല്ലാം തന്നെ എന്താണ് എന്താവശ്യമാണ്? എയർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകും. നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇതിന്റെ പേരുകൾ മാത്രമേ ചോദിക്കാറുള്ളൂ. എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ സിറ്റുവേഷൻസ് ഒന്നും ചോദിക്കാറില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പഠിപ്പിച്ചു നിങ്ങൾക്കൊന്നും പഠിക്കാനൊന്നുമില്ല. ഓരോന്ന് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഓക്കെ. ക്ലിയർ ആണോ? നമ്മള് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള മോഡ് ഓഫ് ട്രാൻസ്ഫർ നമ്മൾ ഏതൊക്കെ കണ്ടീഷനുള്ള പേഷ്യൻസ് ആണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്തു. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആവശ്യമുള്ളവർക്ക് അതും എയർ ട്രാൻസ്പോർട്ടേഷൻ ഉള്ളവർക്ക് എന്താണ് അതും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് നമ്മൾ അതിന് അറേഞ്ച് ചെയ്യേണ്ടത്? T, അക്കമ്പനിങ് ദ പേഷ്യന്റ്. ആ പേഷ്യൻസിന്റെ കൂടെ ആരൊക്കെയാണ് പോയത്, അല്ലെ? ഒറ്റയ്ക്കാണോ പേഷ്യന്റിനെ വിടുന്നത് നമ്മള്? ഇല്ല. അപ്പൊ നമ്മള് ഇതിനെ ഇവിടെ നമ്മൾ 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് കൂടെ പോകുന്ന ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ചിട്ട് എന്താണ് നമ്മൾ അതിനെ ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ 4 രീതിയിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒരെണ്ണം പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. Accompanying the patient, it is normally suggested to have at least 2 professional personnel accompanying the patient to be shifted. അല്ലെ? നോർമൽ ആയിട്ട് നമ്മൾ എന്താണ് ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് 2 പേരെങ്കിലും നമ്മൾ എന്താണ് ആളുടെ കൂടെ പോയിട്ടുണ്ടായിരിക്കും, അല്ലെ? കൂടെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമാണ്. എന്നിരുന്നാൽ കൂടിയും the care needed by each patient in the course of transfer relies on the level of patient's critical care dependency and correspondingly are divided into. Okay. എന്നിരുന്നാൽ കൂടിയും പേഷ്യന്റിന്റെ ക്രിട്ടിക്കൽ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതായത് ആളുടെ കണ്ടീഷൻ നോക്കിയിട്ടാണ് കൂടെ പോകുന്ന ആൾക്കാരെ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. അപ്പൊ ലെവൽ 0 ആണ് ഫസ്റ്റ് കാറ്റഗറി. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും? It consists of the patients who can be managed at the ward level of in a hospital and are normally not needed to be accompanied by a specialized personnel. ഇങ്ങനെയുള്ള ഒരു ആൻസർ ആണ് ഇവിടെ വരുന്നത്. എങ്ങനെയുള്ള കണ്ടീഷൻ ആണ്? നോർമൽ കണ്ടീഷൻ ആണോ എമർജൻസി കണ്ടീഷൻ ആണോ? ലെവൽ 0 ഉള്ള പേഷ്യൻസ് നമുക്ക് വാർഡ് ലെവലിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ആണ്, അല്ലെ? നോർമൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, നോർമൽ ട്രാൻസ്ഫറിങ് ആണ്.
അവിടെ നമ്മള് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും അവരുടെ കൂടെ പോകുന്ന ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ലെവൽ 0 എന്ന് പറഞ്ഞ എന്താണ്? നോർമൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ, അതായത് വാർഡ് തലത്തിൽ കൈകാര്യം ചെയ്യുന്നു. വാർഡ് തലത്തിൽ കൈകാര്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ആവശ്യം വരുന്നില്ല. അതാണ് ലെവൽ 0. ഓക്കെ, മനസ്സിലായോ? നമ്മൾ പഠിക്കുന്ന എന്താണ്? ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ ആരൊക്കെയാണ് പോകേണ്ടത് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. അപ്പൊ വാർഡ് തലത്തിലുള്ള പേഷ്യൻസ് ആണ് ലെവൽ 0 വരുന്നത് കേട്ടോ. അത് നോർമൽ കണ്ടീഷനുള്ള പേഷ്യൻസ് ആണ്. അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ആവശ്യമില്ല. ഇനി ലെവൽ 1 ഒന്ന് നോക്കി നിങ്ങള്. ലെവൽ 1 it consists of those patients who are deteriorating condition in the course of the transfer but can be managed in an acute ward setting by the support of the critical care team. This usually should be accompanied by a paramedic and trained nurse. Paramedic and എന്നാണ് കേട്ടോ. Paramedic and trained nurse എന്നാണ്. ഓക്കെ, അപ്പൊ ലെവൽ 1 പേഷ്യൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളവരാണ്? ഡിറ്ററേറ്റിംഗ് കണ്ടീഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? പേഷ്യന്റിന്റെ നില പെട്ടെന്ന് വഷളാകുന്ന കണ്ടീഷനുള്ള പേഷ്യൻസ് ആണെങ്കിൽ എങ്ങനെയുള്ള പേഷ്യൻസിന്റെ കൂടെ എന്ത് വേണം? അതായത് അർജന്റ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാകുന്ന പേഷ്യൻസിന്റെ കൂടെ എന്താണ്? ഒരു സപ്പോർട്ട് ക്രിട്ടിക്കൽ കെയർ ടൈം ആവശ്യമാണ് അല്ലെ? ലെവൽ 1 എന്താണ്? അതായത് എമർജൻസി സിറ്റുവേഷൻസ് അല്ല, അർജന്റ് മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള പേഷ്യന്റ് ആണ് ലെവൽ 1 വരുന്നത്. അപ്പൊ അവരുടെ കൂടെ എങ്ങനെയുള്ള സ്റ്റാഫുകളായിരിക്കണം പോവേണ്ടത്? ക്രിട്ടിക്കൽ കെയർ ടീം തന്നെ ആയിരിക്കണം ലെവൽ 1 പേഷ്യൻസിന്റെ കൂടെ പോവേണ്ടത്. പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ കെയർ ടീം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ഒരു പാരാമെഡിക്സും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു നഴ്സും ഉണ്ടായിരിക്കും. ഒരു പാരാമെഡിക്സും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു നഴ്സും ലെവൽ 1 പേഷ്യൻസിന്റെ കൂടെ പോയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ലെവൽ 0 എന്ന് പറയുന്നത് വാർഡ് ലെവലിലുള്ള മാനേജ്മെന്റ് ആണ്. ലെവൽ 1 എന്ന് പറഞ്ഞാൽ അർജന്റ് പേഷ്യൻസ് ആണ്. അതായത് ക്രിട്ടിക്കൽ കെയർ ആയിട്ട് ടീമുള്ള പാരാമെഡിക്സും ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സും ആയിരിക്കും അവരുടെ കൂടെ ഉണ്ടാവുന്നത്. ഓക്കെ, ബാക്കി ഒന്ന് പറയട്ടെ എന്നാ. ലെവൽ 2 എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് ഹു ആർ നീഡ് ഓഫ് ഒബ്സർവേഷൻ ഓർ ഇന്റർവെൻഷൻ ഓഫ് ഫെയിലിയർ ഓഫ് സിംഗിൾ ഓർഗൻ സിസ്റ്റം and how to recommend by a trained and professional personnel. ലെവൽ 2 പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? സിംഗിൾ ഓർഗൻ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യന്റ്, അതായത് ഏതെങ്കിലും ഒരു ഓർഗൻസിന് തകരാർ സംഭവിച്ച പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ കൂടെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സണൽ ഉണ്ടായിരിക്കണം കേട്ടോ. സിംഗിൾ ഓർഗൻസിന് ഏതെങ്കിലും ഒരു ഓർഗനിന് ഒരു അവയവത്തിന് തകരാർ സംഭവിച്ച പേഷ്യൻസിന്റെ കൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സണൽ അല്ലെങ്കിൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം. അതാണ് ലെവൽ 2 പേഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പൊ ലെവൽ 3 എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും? It consists of patients with advanced respiratory care during the transport with the support of at least 2 failing organ systems. This patient must be accompanied by a competent doctor along with the nurse and a paramedic. ലെവൽ 3 പേഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി കെയർ കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉള്ള പേഷ്യൻസ് ആണ്. ഇവിടെ പ്രത്യേകിച്ച് 2 ഓർഗൻസിന് 2 അവയവങ്ങൾക്ക് തകരാർ സംഭവിച്ച പേഷ്യൻസ് ആണ് ഇതിൽ വരുന്നത് ലെവൽ 3 വരുന്നത് കേട്ടോ. 2 ഓർഗൻസിനാണ് ഫെയിലിയർ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ കൂടെ ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടായിരിക്കണം, ഒരു നഴ്സും പാരാമെഡിക്സും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ലെവൽ 3 എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 ഫോളിംഗ് സിസ്റ്റം ഉള്ള ഫെയിലിംഗ് ഓർഗൻ സിസ്റ്റം ഉള്ള പേഷ്യൻസ് ആണ്. അവിടെ ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഡോക്ടർ ഉണ്ടായിരിക്കണം, നഴ്സ് ഉണ്ടായിരിക്കണം, പാരാമെഡിക്സ് ഉണ്ടായിരിക്കണം. അതാണ് ലെവൽ 3 വരുന്ന പേഷ്യൻസ്. ഓക്കെ, ഒന്നുകൂടി പറയണ. ലെവൽ 0 എന്ന് പറയുന്നത് വാർഡ് ലെവലിൽ നോർമൽ ട്രാൻസ്ഫറിംഗ് ആണ്. അവിടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആവശ്യമില്ല. ലെവൽ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അർജന്റ് കെയർ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ നില പെട്ടെന്ന് വഷളാകുന്ന കണ്ടീഷനുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ കൂടെ പാരാമെഡിക്സും ട്രെയിൻഡ് നഴ്സും ഉണ്ടായിരിക്കും. ലെവൽ 2 എന്താണ്? ഒരു ഓർഗൻ തകരാറിലാവുന്ന പേഷ്യന്റിന്റെ കൂടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരിക്കണം. ലെവൽ 3 എന്ന് പറയുന്നത് ഒന്നും അതിൽ കൂടെ 2 ഓർഗൻസിന് തകരാറുള്ള പേഷ്യൻസിന്റെ കൂടെ ഒരു കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഡോക്ടറും നഴ്സും പാരാമെഡിക്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ എന്താണ് പേഷ്യന്റിന്റെ കൂടെ പോകുന്നവരെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലെവൽ 0, 1, 2, 3. ക്ലിയർ? ഓക്കെ, ഒന്ന് പഠിക്കണം കേട്ടോ. ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത്
ടു ഓർഗൻ ഫെയിൽ ഉള്ള പേഷ്യൻസ് ഏത് ലെവലിലാണ്, സീറോയിലുള്ളത് ഏതൊക്കെ പേഷ്യൻസ് ആണ്, അങ്ങനെയൊക്കെ മാറി മാറി ചോദിക്കും കേട്ടോ. അങ്ങനെ മാറി പോകരുത്. എന്താണ് ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.